ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മുട്ടയും മയോണൈസും വെച്ചിട്ടാണ് ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലോ നമുക്ക് എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുമ്പോഴത്തേക്കും ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ബ്രെഡിൻ്റെ കുറേ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ എല്ലാം കണ്ട് നോക്കാം. ഞാനപ്പോൾ ഈ മയോണൈസ് ഉണ്ടാക്കുന്നതിൻ്റെയും റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് സാൻഡ്വിച്ചിനുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. മുട്ട നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഈ മുട്ട നമുക്കൊരു ഗ്രേറ്ററിൽ വെച്ച് ചീകിയെടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഉടച്ചെടുക്കുകയോ ചെയ്യാം. ഞാനിവിടെ ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ടാണ് ഉടച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ മുട്ട ഈ കാണുന്ന പോലെ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് പൊടി ചേർത്ത് കൊടുക്കാം, പിന്നീട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം 2 ടേബിൾ സ്പൂണും 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടറൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഡയറ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ബട്ടറൊക്കെ കുറച്ച് ചേർത്താൽ മതി. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ബട്ടറൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മയോണൈസ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മയോണൈസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. കാരണം മയോണൈസിന് നന്നായിട്ട് ഉപ്പ് ഉണ്ടാവും. അപ്പോൾ മിക്സ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്കെല്ലാം പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന മയോണൈസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അത് കണ്ട് നോക്കിയാൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ട്. അപ്പോൾ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മയോണൈസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എരിവ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ആയിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സാൻഡ്വിച്ച് റെഡിയാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ബ്രെഡിൻ്റെ ബ്രൗൺ കളറുള്ള സൈഡെല്ലാം മുറിച്ച് മാറ്റാം. ബ്രെഡിൻ്റെ കട്ട് ചെയ്ത് മാറ്റുന്ന ഭാഗമൊന്നും കളയേണ്ട ആവശ്യമില്ല. അത് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാനെടുക്കാം. ഇനി ബ്രെഡ് പീസിലേക്ക് പാകത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിനുശേഷം സ്പൂൺ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഒരു പീസ് ബ്രെഡ് വെച്ചൊന്ന് കൈകൊണ്ട് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയി കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റ് നല്ല ഹെൽത്തിയുമായ നമ്മുടെ ബ്രെഡ് എഗ് മയോണൈസ് സാൻഡ്വിച്ച് റെഡി ആയി കഴിഞ്ഞാൽ ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ നല്ലതാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും വളരെ നല്ലതാണ്. വീണ്ടും ഇതുപോലെ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.